സൈഫു ഗോപാൽ, അവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? ഒപ്പം തന്നെ വിശിഷ്ട അതിഥികൾ, നമ്മുടെ സമാപന സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. അതിഥികളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടോ? രേഷ്മ, മുക്കിന് ആഘോഷമാണ്. ഇവിടെ കുറെ കയ്യടി, അവിടെ കുറെ ആർപ്പുവിളി, കണ്ണൂർ എന്ന് പറയുന്ന ആ വിളി തന്നെയാണ് ഇപ്പോൾ ഈ ആശ്രമ മൈതാനത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടുകാർ വലിയ ആവേശത്തിലായിരുന്നു. അവരെവിടെയാണ് എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും വലിയ പാരാവാരം, വലിയ ജനക്കൂട്ടം, ഇനി കാത്തിരിപ്പ് മമ്മൂട്ടിക്ക് വേണ്ടിയുള്ളതാണ്, ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയുള്ളതാണ്, ആ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്ന നിമിഷത്തിന് വേണ്ടിയുള്ളതാണ്. ആ നിമിഷം സമാഗമമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. 4 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും വിശിഷ്ടാദികൾ ഇവിടേക്ക് എത്തിച്ചേരാം. ഏത് നിമിഷം വേണമെങ്കിലും കൃത്യമായി ഈ സമ്മേളനം തുടങ്ങുക. എനിക്ക് സൈഫുദ്ദീനോട് ഒരു കാര്യം ചോദിക്കാണ്. സൈഫുദ്ദീൻ കോഴിക്കോടുകാരനാണ്. വിഷമമുണ്ടോ, സങ്കടമുണ്ടോ കോഴിക്കോട് കിട്ടാത്തത്? അല്ല, സങ്കടത്തിന്റെ പ്രശ്നമല്ല. കാലങ്ങളോളം ഞങ്ങൾ കൈവശം വെച്ച കണ്ണൂരിന് കൊണ്ടുപോട്ടെ. കാരണം ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഇത് മടുക്കുമല്ലോ. നമ്മൾ എത്ര നല്ല മധുരമുള്ള സംഗതി കിട്ടിയാലും നിരന്തരമായി ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുക്കുമല്ലോ. സ്ഥിരം പല്ലവിയാണ്. ഞങ്ങളെ വിട്ടുകൊടുക്കുകയാണ്, ഞങ്ങളൊക്കെ തന്നേക്കുക, ഞങ്ങളൊക്കെ തൃശ്ശൂർ എടുക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ കണ്ണൂർ കലോത്സവ കപ്പ് എടുത്തിരിക്കുക. ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ എടുത്തിരിക്കുക. അതിന് വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും? അല്ല, തീർച്ചയായും കൊല്ലത്തിന്റെ പോരാട്ട മികവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കൃത്യമായ സ്ട്രാറ്റജി പ്ലാനിങ്, അതായത് 23 കൊല്ലത്തിന് ശേഷം 23 കൊല്ലത്തിന് ശേഷമാണ്. ഇതിനു മുമ്പ് 2000-ലാണ് കണ്ണൂർ കിരീടം നേടിയത്. അതിനു മുമ്പ് 98-ലും 97-ലും കണ്ണൂർ കിരീടം നേടി. അതിനുശേഷം ഇപ്പോൾ 2000-ന് ശേഷം 23 കൊല്ലത്തിന് ശേഷം. അപ്പോ 23 കൊല്ലത്ത് അവരുടെ ഒരു കാത്തിരിപ്പിന്റെ മധുരമുണ്ട്. ഒരു മഴ പെയ്യുന്ന നന്നായിരിക്കും. നേരത്തെ ഗോപാൽ പറഞ്ഞ പോലെ ചെറിയൊരു മഴ അവരുടെ ആനന്ദ കണ്ണീരിന്, അല്ലെ, ഒരു ആഘോഷം. തീർച്ചയായും അത് ആനന്ദ കണ്ണീരാണ്. ഈ നമ്മൾ ഈ പുണ്യാഹം തളിക്കൽ എന്നൊക്കെ പറയില്ല, അതേപോലെ അത്തരത്തിൽ അവർ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിനൊന്നും അങ്ങനെ എഴുത്തള്ളാൻ സാധിക്കില്ല. ആ കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല. 23 വർഷം സൈഫു പറഞ്ഞതുപോലെ അതൊരു ചെറിയ കണക്കല്ല. 1/4 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കല്ല. 1/4 നൂറ്റാണ്ട് കാലം അവർ കാത്തിരുന്നു. 24 വർഷം അവർ കാത്തിരുന്നു. 2000 മുതൽ 24 വർഷത്തിന് ശേഷം കണ്ണൂരിന്റെ മണ്ണിലേക്ക്, കണ്ണൂരിന്റെ ആ നാട്ടിലേക്ക് വിജയത്തേരുമായി 117 പവന്റെ സ്വർണ്ണക്കപ്പുമായി ആ കണ്ണൂർക്കാർ മടങ്ങുകയാണ്. അത് കണ്ട് കോഴിക്കോട് ചില വിഷമമൊക്കെ ഉണ്ടാക്കാം. കാരണം അവർക്കും പറയാനുണ്ട് ഒരു വലിയ ചരിത്രം. 2007 മുതൽ 12 വർഷം, അതിനുശേഷം ഇടയ്ക്കൊന്ന് പാലക്കാട് സ്വന്തമാക്കിയത്, അതിനുശേഷം വീണ്ടും കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് സ്വന്തം നാട്ടിൽ വെച്ച് അവർ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷമം നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഈ നാടകീയത, അവസാന നിമിഷത്തിലെ നാടകീയത ഞാനും സൈഫും ഈ മണ്ണിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും പ്രതീക്ഷിച്ചിരുന്നതല്ല. 244 പോയിന്റായി 2 പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. 244 പോയിന്റ് കോഴിക്കോടിനും 242 പോയിന്റ് കണ്ണൂരിനും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 239 പോയിന്റിലേക്ക് കോഴിക്കോട് താഴുന്നതും 242 പോയിന്റിലേക്ക് കണ്ണൂർ ഉയർന്നതും. അപ്പോൾ ആ നാടകീയത എങ്ങനെയാണ് സൈഫുദ്ദീൻ നോക്കിക്കാണുന്നത്? അത് ഒരു കാവ്യനീതിയാണോ? ഈ നാടകീയത തന്നെയാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ കലോത്സവങ്ങളുടെയും അവസാനം ഈ നാടകീയതയും ഈ സസ്പെൻസും ഈ ത്രില്ലിംഗ് മൊമെന്റ്സും ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷെ കുറെ കൂടി കടന്നുപോയി. കൊല്ലത്ത് ആ സസ്പെൻസ് കുറെ കൂടി കടുത്തുപോയി എന്നുള്ളതാണ്. അത് അതിന്റെ മനോഹാരിത കൂട്ടുന്നെന്നുള്ളതാണ്. കണ്ണൂർ കലോത്സവം അവിസ്മരണീയമായ എന്തൊക്കെ മുഹൂർത്തങ്ങൾ ബാക്കിയാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള കിരീടത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ട ചൂട്, അതിന്റെ സസ്പെൻസ് തന്നെയാണ് ഏറ്റവും ആദ്യം ബാക്കിയാക്കുന്നുള്ളതാണ്. പിന്നെ അതിന്റെ ജനകീയത, അതിന്റെ സ്വീകാര്യത, ആളുകൾ നെഞ്ചേറ്റിയ വിധം, ആളുകൾ ഹൃദയത്തോട് ചേർത്ത വിധം, ആളുകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച വിധം, കൊല്ലത്തെക്കുറിച്ച് ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും. 15 വർഷത്തിന് ശേഷം വീണ്ടും കലോത്സവം കൊല്ലത്തേക്ക് 2008 കഴിഞ്ഞ് അതും ഒരു കാത്തിരിപ്പാണ്. അത് ഞങ്ങളുടെ നാട്ടിലേക്ക് കലോത്സവം എത്തുന്നു. അതും കേരളത്തിലെ ഏറ്റവും വലിയ 72 ഏക്കർ വലിപ്പമുള്ള ഒരു മൈതാനത്തേക്ക് കലോത്സവം എത്തുന്നു. അവർ അതങ്ങ് ആഘോഷിക്കുകയാണ്. 2ാം ദിവസം മുതൽ, ആദ്യ ദിവസം ചെറിയൊരു അസ്വാരസ്യ കുറവൊക്കെ ഉണ്ട്. 2ാം ദിവസം മുതൽ ഞാനത് ഇടപെടുകയാണ്. വലിയ ഉത്സവമായിരുന്നു ഈ കലോത്സവം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.